അക്രമം ആര് നടത്തിയാലും കൂട്ടക്കുരുതി ആഘോഷമാക്കിയെടുത്താലും അവർ ഒരു ദിവസം ദുഃഖിക്കുക തന്നെ ചെയ്യും. അതാണിപ്പോൾ ഇസ്രായേലിന് കിട്ടിയിരിക്കുന്ന വലിയ തിരിച്ചടി. ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ സമനില തെറ്റുകയാണ് ഇപ്പോൾ. 8 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. കൂടാതെ 200-ലേറെ പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം നിരവധി കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായതും ഇസ്രായേൽ നിലച്ചിരിക്കാതെയാണ്. നിരവധി പേരെ കാണാനില്ലെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇറാന്റെ എണ്ണ സംഭരണികളും ഊർജ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ ഇന്നലെ രാത്രി നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ടെഹ്റാൻ അടക്കം നഗരങ്ങളിൽ കനത്ത നാശമുണ്ടായി. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആക്രമണം തുടരുമെന്ന് ഇരുപക്ഷവും വ്യക്തമാക്കിയതോടെ സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറുകയാണ്. ഏതായാലും സംഘർഷവും യുദ്ധവും എല്ലാം വലിയ തെറ്റുകൾ തന്നെയാണ്. തങ്ങളാണ് ശരിയെന്ന് കരുതി തുടങ്ങിയ യുദ്ധം എപ്പോഴും ഇസ്രായേലിന്റെ കയ്യിൽ തന്നെ നിൽക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടെങ്കിൽ അതവരുടെ വിഡ്ഢിത്തമായി മാറുകയാണ്. ഒരാൾ മാത്രം എപ്പോഴും ജയിക്കുമെന്ന ഇസ്രായേലിന്റെ മനക്കോട്ടയാണ് ഇവിടെ തകർന്നു വീണത്. തുടർച്ചയായ 2ാം ദിവസവും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം മറികടന്നാണ് ഇറാന്റെ ഉഗ്രമായ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത്. അതും എല്ലാ കോട്ടകൾ കെട്ടി ഭദ്രമാക്കി വെച്ചിരുന്ന ഇസ്രായേലിന്റെ സുപ്രധാന നഗരമായ ഹൈഫയിലാണ് ഏറ്റവും കനത്ത ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഹൈഫ ഓയിൽ റിഫൈനറി അടക്കം ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ യുദ്ധവിമാന നിർമ്മാണ കേന്ദ്രം ആക്രമിച്ചുവെന്നും ഇറാൻ അവകാശപ്പെടുന്നു. നമുക്കറിയാം, പലസ്തീനും ഗാസയും മനുഷ്യശവ കൂമ്പാരങ്ങളുടെ കണ്ണീർപ്പാടമാക്കിയ ഇസ്രായേൽ അതേ രീതിയിൽ ഇറാനെയും തീർക്കാമെന്ന രീതിയിലാണ് പരിപാടി തുടങ്ങിയത്. പക്ഷെ അതൊന്നും അത്ര എളുപ്പമല്ല എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഗാസയിൽ നടത്തിയതുപോലെ കണ്ണിച്ചോരയില്ലാതെ തന്നെയാണ് ഇറാനെയും ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. ഇറാന്റെ എണ്ണപ്പാടങ്ങളും എണ്ണ സംഭരണികളും കേന്ദ്രീകരിച്ചായിരുന്നു പോയ രാത്രി ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ നടന്നത്. തെഹ്റാനിലെ പ്രതിരോധ മന്ത്രാലയം ആസ്ഥാനവും ആക്രമിച്ചു. ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഫീൽഡായ സൗത്ത് പാർസ്, ഫജ്ർ ജാം ഗ്യാസ്, അതുപോലെ റിഫൈനർ കമ്പനി, അബാദാൻ ഓയിൽ റിഫൈനറി എന്നിവയെല്ലാം ആക്രമിക്കപ്പെട്ടവയിൽ പെടുന്നു. മധ്യ ഇറാനിലെ ഇസ്ഫാൻ ഇറാന്റെ ആണവ പദ്ധതികളുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഇവിടെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്താൻ ശ്രമിച്ചു. ആക്രമണം ഒരു യുദ്ധത്തിലേക്ക് വഴിമാറിയതോടെ 2 ഭാഗങ്ങളിലും ആളപായം അടക്കം വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗാസയും പാലസ്തീനും കത്തിച്ചാമ്പലാക്കിയതിന്റെ ഉന്മേഷത്തിലും ആത്മവിശ്വാസത്തിലുമാണ് ഒരുപക്ഷെ ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണമെങ്കിൽ അതത്ര എളുപ്പമല്ല എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇറാന്റെ പ്രത്യാക്രമണം എന്ന് പറയേണ്ടി വരും. അത് നാശത്തിലേക്കുള്ള പോക്ക് തന്നെയാണ്.